നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. മുംബൈ ബിസിനസ്സുകാരൻ അനുകൂല വിധി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കേസിൽ അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി അജാസുദ്ദീൻ എസ് കാസിക്കായി താൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നെന്ന് അറസ്റ്റിലായ ക്ലർക്ക് ചന്ദ്രകാന്ത് വാസു പോലീസിനോട് മൊഴി നൽകി. മസ്കാവയിലെ സെക്ഷൻസ് കോടതി ജഡ്ജിയായ അജാസുദ്ദീൻ ഒളിവിലാണ്. ക്ലർക്കിന്റെ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ഭാര്യയുടെ പേരിലുള്ള ഭൂമി ചിലർ തട്ടിയെടുത്തെന്ന് ആരോപിച്ച് പരാതി നൽകിയ ബിസിനസ്സുകാരന് അനുകൂല വിധി വാഗ്ദാനം ചെയ്ത ചന്ദ്രകാന്ത് 25 ലക്ഷം രൂപയാണ് ആദ്യം ആവശ്യപ്പെട്ടത്. 15 ലക്ഷം രൂപ ജഡ്ജിക്ക് നൽകാനാണെന്നും പരാതിക്കാരനോട് പറഞ്ഞിരുന്നു. വിലപേശലിനൊടുവിൽ 15 ലക്ഷത്തിൽ ഇടപാട് ഉറപ്പിച്ചു. അതിനിടെ ബിസിനസ്സുകാരൻ മുംബൈ പോലീസിന്റെ അഴിമതി വിരുദ്ധ വിഭാഗത്തിന് ACB പരാതി നൽകി. ഈ മാസം 10-ന് ചെമ്പൂരിലെ കഫേയിൽ തുക കൈമാറവെയാണ് ക്ലർക്കിനെ ACB പിടികൂടിയത്. 1 വർഷത്തോളമായി ജഡ്ജിയും ക്ലർക്കും തമ്മിൽ പരിചയമുണ്ട്. കുടുംബ പ്രശ്നത്തിൽ സഹായിയായി എത്തിയതോടെയാണ് ക്ലർക്ക് ജഡ്ജിയുമായി അടുത്തത്. പിന്നീട് വാട്സപ്പിലൂടെ ബന്ധം തുടർന്നു. അറസ്റ്റിന് പിന്നാലെ ACBയുടെ നിർദ്ദേശമനുസരിച്ച് ജഡ്ജിയെ ഫോണിൽ വിളിച്ച ക്ലർക്കിനോട് കൈക്കൂലി വാങ്ങി വീട്ടിലെത്തിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ അന്വേഷണ സംഘം ജഡ്ജിയുടെ വസതിയിൽ എത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.